ഒരാൾ ഇവിടെ ഇരുന്ന് കസേരയിരുന്ന് മുന്തിരിങ്ങ കഴിക്കുകയാണ്. ഇന്ന് അച്ചാച്ചൻ പോയിട്ടില്ല, അച്ചാച്ചൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അച്ചാച്ചൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അവൾ അച്ചാച്ചാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അച്ചാച്ചനെ വലിയ ഇഷ്ടമാണ്. ഇവിടെ കൊച്ചിനെ കുറുക്കുണ്ടാക്കുന്നു. അമ്മ രാവിലെ തന്നെ ചക്ക പുഴുങ്ങിയതും ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ബസ് മറിഞ്ഞു, ഒരാൾ മരിച്ച് 2-3 പേര് ഹോസ്പിറ്റലിൽ. അപ്പോൾ അത് കാണാൻ വേണ്ടി രാവിലെ ചേർന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ക്ലീനിങ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ മേളത്തെ ഫ്ലോർ ക്ലീൻ ചെയ്തു. ഇത് അച്ചാച്ചനും അമ്മയും കൂടെ താഴത്തെ ഫ്ലോർ ക്ലീൻ ചെയ്യുക. ഇതുണ്ടോ, ഒരാൾ വല്യപ്പനും കുഞ്ഞും കൂടെ കളിച്ചതാ, തലയും കുത്തി വീണും. ഇതേ മൂക്കിലൊരു സ്പോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. മൂക്കുത്തിയാണോ? മുക്കുത്തിയാണോ? മുക്കുത്തിയമ്മനാണോ? മുക്കുത്തിയമ്മൻ അമ്മിണിയമ്മയാണോ? അമ്മിണിയമ്മ. കുഞ്ഞിന് ഉടുപ്പിന്റെ മേലിരിക്കുന്ന ഉടുപ്പൊന്നും നമ്മൾ കാച്ചില്ലല്ലോ. എന്തോരം ആൾക്കാരാ നോക്കിക്കേ കൊഞ്ചിക്കാൻ. ഇത് മാറ്റാൻ കിടക്കാൻ തരാം. ഇത് മൂത്രം ഒഴിച്ചതാ. ക്യാബേജ് മെഴുക്കുവരട്ടി വെക്കാൻ പോവാണ്. അപ്പം ക്യാബേജ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ ഒരു സവോള അരിഞ്ഞു, 2 പച്ചമുളക് അരിഞ്ഞു. സവോളയ്ക്ക് പകരം നമുക്ക് ചുവന്നുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഏത് കറി വെച്ചാലും ചുവന്നുള്ളിക്കാണ് ടേസ്റ്റ് ഉള്ളത്. ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കുന്നു. പിന്നെ ഈ സവോളയും മുളകും കൂടെ ഇടുന്നു. കുറച്ചൊന്ന് ഇതായി കഴിയുമ്പം ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ക്യാബേജ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കുന്നു. സ്ലിമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. സവോളയും പച്ചമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ആദ്യം. ഞാൻ ഫോണിൽ നോക്കി ചെയ്യുന്നതുകൊണ്ട് പാത്രം കാണുന്നില്ല. സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതാ സമയം 2:30. ഇത്രയും നേരം ഞാനൊരു 3-4 പ്രാവശ്യം അവൾ ഉറക്കാൻ നോക്കി. അവൾ ഉറങ്ങിയില്ല. അത്യാവശ്യൻ്റെ കൂടെ കളിച്ച് നടക്കാം. ദാ ഇവിടെ ചക്ക അരിയിലാണ്. കുറച്ച് ചക്ക അരിഞ്ഞിട്ട് പുഴുങ്ങാനും കുറച്ച് ചക്ക വറുക്കാനുമാണ്. അമ്മ ഇവിടെ ചക്ക വേവിക്കുന്നു. രാത്രി ഞങ്ങൾക്ക് ചക്ക വേവിച്ചതും ബീഫ് കറിയുമാണ്. കൊച്ചിന് പാലൊക്കെ റെഡിയാക്കി വെച്ചു. ഞാനും അമ്മയും ചക്ക വയ്ക്കാൻ പോകുന്നു. ചേട്ടൻ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രിയായിട്ടും അകത്ത് പാതിരാത്രിയായിട്ടും 11:30 സമയം. എന്നിട്ട് അവൾക്ക് അകത്ത് കയറാനായിട്ടില്ല. അതെ, ഇറങ്ങിപ്പോണം. നോക്ക്, ആരെങ്കിലും ഇതിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. കയറിപ്പോക്കേ. നിങ്ങൾ വിചാരിക്കും ഈ സമയത്ത് എന്താ ഞങ്ങൾ പുറത്തുനിന്ന്. മോട്ടറിൽ വെള്ളമൊക്കെ തീർന്നു. അപ്പം ഞങ്ങൾ മോട്ടർ അടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. പരിപാടി എല്ലാ സാധനവും ഊരിട്ടോ. TV-യുടെ ഇത്, വൈഫൈയുടെ. കുത്തിക്കേത് ഇല്ല. വൈഫൈ ഓഫായി പോയി കഴിഞ്ഞാൽ അച്ഛൻ ചിപ്പ് വഴക്ക് പറയും. കുത്തിക്കോ. ഇങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി കുത്താൻ അറിയാവോ? കുത്താൻ അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഊരുന്നേ? കണ്ട, ഓഫ് ചെയ്തിട്ടു. എനിക്കെന്നാ അച്ചാച്ചൻ ചുട്ടതാട്ടെ, നിൽക്കട്ടെ. കുത്താനൊക്കെ അറിയാം. നോക്കമ്മേ.